എജുപോർട്ടിനെ പറ്റി പറയുമ്പോൾ ഫാക്കൾട്ടീസ് ഹൈലി കൺസെപ്ഷ്യൽ ആണ്, പിന്നെ എക്സ്പീരിയൻസ്ഡ് ആണ്. ഇതിലൊരു തഴക്കവും പഴക്കവും വന്ന ആൾക്കാരാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ ഓർക്ക് എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടതെന്നും എന്തുവരെ പറഞ്ഞു കൊടുക്കണമെന്നും ഇതിലപ്പുറത്തേക്ക് പറഞ്ഞു കൊടുക്കണ്ട, ഇത്ര വരെ മതി എന്നുള്ള കറക്റ്റ് ആയിട്ട് അറിയാം. അപ്പൊ അത് വൃത്തിക്ക് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ അത് മാക്സിമം മനസ്സിലാക്കി തരുന്ന ഫാക്കൾട്ടീസ് തന്നെയാണ്. ഫസ്റ്റ് ഒരു +1 +2 ഒപ്പം തന്നെ പഠിച്ചാൽ എന്തായാലും നമുക്ക് നമ്മൾ ആ ഒരു ലെവലിൽ ഓൾറെഡി നമ്മൾ പുറത്തൊക്കെ സ്കൂൾ പഠിക്കുമ്പോൾ എന്തായാലും നാട്ടിലത്തെ സ്കൂളൊക്കെ ആകുമ്പോൾ നല്ല ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കും. പക്ഷെങ്കിൽ എജുപോർട്ടിന്റെ ഇന്റഗ്രേറ്റഡ് സ്കൂൾ ആകുമ്പോൾ എന്തായാലും അത് നമ്മുടെ മെന്റലിയും കാര്യങ്ങളും ഒക്കെ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ നമുക്ക് കിട്ടും പഠിക്കാനുള്ള. അപ്പോൾ പിന്നെ എങ്ങനെയാ പഠിക്കേണ്ടത് എന്നുള്ളത് സാർമാരോട് ചോദിക്കാൻ പറ്റും. അങ്ങനെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൾട്ടീസിന്റെ ആ ഒരു കാര്യങ്ങളും ഓല് എന്താണ് ചെയ്തത്. ലൈക്ക് ഇപ്പോൾ ഇവിടുത്തെ സാർമാരെ കുറിച്ച് പറയുകയാണെങ്കിൽ പലരും NITസിലും IITസിലും അതുപോലെ മെഡിക്കൽ കോളേജിലൊക്കെ കയറിയിട്ട് അതിന്റെ എന്താണ് ഇതിന്റെ പ്രോസസ്സ് എന്ന് അറിയാവുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് നമ്മോട് നല്ല രീതിയിൽ എന്താണ് ഞാൻ ചെയ്തത്, സാർമാർ ഇവിടെ ചെയ്ത മെത്തേഡ്സ് ഉണ്ടാവും, ആ മെത്തേഡ്സ് നമുക്ക് പറഞ്ഞുതരാൻ പറ്റും. പിന്നെ പല സാർമാറും കേരള റാങ്ക് 1 അടിച്ച കുട്ടീനെയൊക്കെ കറക്റ്റ് നന്നായിട്ട് അറിയാവുന്ന സാർമാർക്ക് ഓല് ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു, ഓല് ഇങ്ങനെയൊക്കെയാണ് ചെയ്തത്, അതൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പം നമുക്ക് മനസ്സിലാകും.